ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നമുക്ക് വളരെ നമ്മുടെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. അതായത് നമ്മൾ ചൈന 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 എന്ന് കേട്ട് ഇരുന്ന നമ്മൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും മാർക്കറ്റിനെ മൊത്തമായിട്ട് വിഴുങ്ങിക്കൊണ്ടിരുന്ന ചൈന അവർക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ എക്കോണമി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്താണ് പറയുന്നത് ഇമ്പോർട്ട്സ് അക്കോമഡേറ്റ് ചെയ്യുന്ന രാജ്യമായിട്ടുള്ള അമേരിക്കയിലൊക്കെ തന്നെ വളരെയധികം ഡോമിനൻസ് ഉണ്ടായിരുന്ന ചൈനയ്ക്ക് ഇപ്പോൾ ആ ഒരു പിക്ചർ മാറി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നേരത്തെ ചൈനയ്ക്ക് ഉണ്ടായിരുന്ന ഡോമിനൻസ് ഇലക്ട്രോണിക്സ് മേഖലകളിൽ അതിപ്പോൾ ഇന്ത്യ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലേക്ക് ഇന്ത്യക്ക് ഏകദേശം 40% ഇപ്പോൾ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുവഴി ചൈനയുടെ അവിടുത്തെ ഡോമിനൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന ടോട്ടൽ സ്മാർട്ട് ഫോണിന്റെ 40% ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് അവർ സോഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയാണ് ഇപ്പൊ അമേരിക്കയിലേക്ക് സ്മാർട്ട് ഫോൺ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയ്ക്ക് ആ ഒരു പൊസിഷൻ നഷ്ടപ്പെട്ടു എന്നുള്ളതും നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗ്ലോബൽ ഇലക്ട്രോണിക്സ് ട്രേഡിൽ എന്ന് പറയുമ്പോൾ സ്മാർട്ട് ഫോണ്, ലാപ്ടോപ്പ് അതുപോലുള്ള സിമിലർ ആയിട്ടുള്ള റിലേറ്റഡ് ഗാഡ്ജറ്റ്സ്, എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സിന്റെ സെക്ടറിൽ ഇന്ത്യയുടെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബലി. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് അമേരിക്കയാണ്. ചൈന, അമേരിക്ക ഇതുപോലുള്ള മാർക്കറ്റാണ്. യൂറോപ്യൻ യൂണിയൻ ഒരു മാർക്കറ്റ് ആണെങ്കിൽ തന്നെയും അത് നമുക്ക് പല രാജ്യങ്ങളാണ്. തീർച്ചയായിട്ടും അതിനകത്തിൽ യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള നമ്മുടെ ട്രേഡ് റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആസിയൻ, കാരണം ഇതൊക്കെ ട്രേഡ് ബ്ലോക്കാണ്. വലിയ കൺസ്യൂമർ മാർക്കറ്റും അല്ലെങ്കിൽ പോപ്പുലേഷൻ ആണല്ലോ ഏറ്റവും പ്രധാനം. ഉദാഹരണത്തിന് അമേരിക്കയെ സംബന്ധിച്ചാണ് അമേരിക്കയുടെ പോപ്പുലേഷൻ 350 മില്യൺസ് പോപ്പുലേഷൻ ഉണ്ടാകും. വലിയ മാർക്കറ്റാണ് ഒരു രാജ്യമായിട്ടുള്ള. യൂറോപ്യൻ യൂണിയൻ 10-20 രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ബ്ലോക്കാണ്. 340 അല്ലെങ്കിൽ 345 മില്യൺ പോപ്പുലേഷൻ ഉണ്ടാകും. ചൈനയെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം 1.45 പ്ലസ് ജനങ്ങൾ ഉള്ള ഒരു മാർക്കറ്റാണ്. കാരണം ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം എന്നുള്ളതിനേക്കാൾ ഉപരി മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ് ഇന്നെന്നല്ല എപ്പോഴും അങ്ങനെ നിന്നാണ്. കാരണം ഇതെല്ലാം ഇക്കണോമിക് സോണാണ്. രാജ്യമായിട്ടൊന്നും ആരും, ഗ്ലോബൽ കോർപ്പറേഷൻസ് അവരുടെ മുമ്പിൽ അവർക്ക് രാജ്യവും നാഷണലിസവും ദേശീയതയും പിന്നെ റീജിയണലിസവും ഒന്നും അവർക്ക് ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള ഇക്കണോമിക് സോണാണ് അവരുടെ മുമ്പിലുള്ളത്, മാർക്കറ്റാണ്. അല്ലെങ്കിൽ പിന്നെ റിസോഴ്സ് അവർക്ക് എവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ റിസോഴ്സ് അവിടുന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഗ്ലോബൽ കോർപ്പറേഷൻസിന് മുമ്പ്. ഗ്ലോബൽ കോർപ്പറേഷൻസ് ആണ് ഈ ഷോ എല്ലാം റൺ ചെയ്യുന്നത്. പിന്നെ രാജ്യത്തിന്റെ നമ്മൾ ഈ കാണുന്ന പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും എന്നൊക്കെ പറഞ്ഞാൽ വെറും ഈ ഷോ പീസ് മാത്രം. ഷോ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പറ്റ്സ്, അവരുടെ പപ്പറ്റ് മാസ്റ്റേഴ്സ് ആണ് ഗ്ലോബൽ കോർപ്പറേഷൻസിന്റെ എല്ലാം ഓണേഴ്സ്. അത് നമ്മൾ വിസിബിൾ ആയിട്ടുള്ള സിഇഒസും അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ബിൽഗേറ്റ്സോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ സക്കർബർഗോ അല്ലെങ്കിൽ എലോൺ മസ്കോ അതൊന്നുമല്ല. അതൊക്കെ നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന ആൾക്കാരാണ്. അത് അതിന്റെ പിന്നിൽ വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ശക്തികളുണ്ട്. ശക്തികൾ മീൻസ് പവർഫുൾ പീപ്പിൾ ഉണ്ട്. അതിനെ നമുക്കറിയില്ല. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് അവരാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ കാണുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വെറും പപ്പറ്റ്സ് ആണ്. അവര്
ഷോ പീസാണ്, വേറെ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള കോർപ്പറേഷൻസ്, പിന്നെ എന്താണ് പറയുന്നത്, നേതൃത്വം കൊടുക്കുന്ന ഗ്ലോബൽ ഇക്കോണമിയുടെ ഒരു ഭാഗമായിട്ട് മാത്രമേ അവരെല്ലാ രാജ്യങ്ങളെയും കാണുന്നുള്ളൂ. അവരുടെ മുമ്പിൽ രാജ്യമില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യമോ കോർപ്പറേഷൻസും രാജ്യമില്ല, നാഷണലിസവും ഇല്ല, അവർക്ക് നാഷണൽ ഐഡന്റിറ്റി ഒന്നുമില്ല. അവർക്ക് മാർക്കറ്റ് റിസോഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള വലിയ എന്താണ് ട്രാൻസിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓയിലും ഗ്യാസും അല്ലെങ്കിൽ അതുപോലുള്ള ഈ കോറിഡോഴ്സ്, ട്രേഡ് കോറിഡോഴ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ കടന്നു പോകേണ്ട ഏരിയാസ് മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ച്. അവരെ സംബന്ധിച്ച് രാജ്യമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് രാജ്യമുള്ളത്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എൻ്റെ രാജ്യമാണ്, അല്ലെങ്കിൽ അമേരിക്ക എൻ്റെ രാജ്യമാണ്. ട്രംപ് പറയുന്ന മേക്ക് അമേരിക്ക ഫസ്റ്റ്, അല്ല എന്താ മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഈ അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ട്രംപ് ശരിക്കും പറഞ്ഞ ഒരു മൾട്ടി ബില്യണറാണ്. അങ്ങനെയുള്ള എന്നുവെച്ചാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും ലാഭം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ച് അവരുടെ ഡെയിലി ചിന്തകളും അവരുടെ പ്രവർത്തികളും. അവരെ സംബന്ധിച്ച് രാജ്യം എന്നൊരു അവർക്ക് വിഷയമല്ല, അവർക്ക് ജിയോഗ്രഫി മാത്രമേ അവർക്ക് വിഷയമുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഇന്ത്യയെ സംബന്ധിച്ച് ഓക്കെ, നമ്മുടെ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെ മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എസ്പെഷ്യലി കോവിഡിന് ശേഷവും പ്രത്യേകിച്ച് ട്രംപിന്റെ ടാരിഫ് വാറിനൊക്കെ ശേഷവും ചൈനയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ഇക്കണോമിക് സ്ലോ ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നുള്ള സപ്ലൈ ചെയിൻസ്, കാരണം അത് ചൈന എന്ന് പറഞ്ഞ രാജ്യം, ഞാൻ പറഞ്ഞില്ല ചൈന എന്ന് പറഞ്ഞ രാജ്യമല്ല വിഷയം. കോർപ്പറേഷൻസ് നോക്കുന്ന അവർക്ക് പരമാവധി ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന എവിടുന്നാണെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അവർക്ക് പരമാവധി ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന എവിടെയാണ്? ഏറ്റവും ചീപ്പായിട്ട് റിസോഴ്സ് കിട്ടുന്നതും, അതാ റോ മെറ്റീരിയൽസ് റിസോഴ്സ് കിട്ടുന്നിടവും, അതിനേക്കാൾ ഉപരി ഏറ്റവും ചീപ്പായിട്ടുള്ള ലേബർ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമേ കോർപ്പറേഷൻസ് അവരുടെ ക്യാപിറ്റൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. ചൈനയിൽ ആ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടുത്തെ വർക്കിംഗ് പോപ്പുലേഷൻ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വേജ് സ്ട്രക്ചർ മാറിക്കഴിഞ്ഞു. പഴയ പോലെ ചീപ്പായിട്ടുള്ള ലേബറിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഈ പഴയ പോലെ അത്ര സുലഭമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയിലെ ഇനിയുള്ള കാലങ്ങളിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത് പ്രോഫിറ്റബിൾ അല്ല എന്ന് ഗ്ലോബൽ കോർപ്പറേഷൻസും അറിയാവുന്നുണ്ട്. അവർ ഗ്രാജ്വലി സപ്ലൈ ചെയിന് ചൈനയിൽ നിന്നും അവർ മാറ്റി റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ വർക്കിംഗ് പോപ്പുലേഷന്റെ ഏജ് വളരെ യങ് ആണ്. ലേബർ ചീപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ ചൈനയെ സംബന്ധിച്ച് ഇപ്പോഴും ലോകത്ത് ചൈന തന്നെയാണ് ചീപ്പ് ലേബർ ഉള്ളത്, വേറെ കാര്യം. പക്ഷേ അതിലും ഉപരിയായിട്ട് വരാൻ പോകുന്ന ഭാവിയിൽ തീർച്ചയായിട്ടും അവർക്ക് ചൈനയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് അവർ ചൈനയിൽ നിന്നും ഗ്ലോബൽ കോർപ്പറേഷൻസ് പതിയെ പതിയെ അവരുടെ ചൂട് മാറ്റി പിടിക്കുന്നു എന്നുള്ളതിന്റെ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്ല അവർക്ക് ചൈനയോട് ഇഷ്ടമുള്ളതുകൊണ്ടോ ഇന്ത്യയോട് ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇഷ്ടമായുണ്ടോ ചൈനയുടെ പ്രസിഡന്റിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിനെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ അവർക്ക് വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ ഗിമിക്സ് ഒക്കെ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയുള്ള വെറുതെ ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെയുള്ള ഗ്ലോബൽ എക്കോണമി റൺ ചെയ്യുന്നതും അല്ലെങ്കിൽ ലോക രാഷ്ട്രീയം അങ്ങനെ ജിയോ പൊളിറ്റിക്സ് അങ്ങനെയല്ല റൺ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു ആ ഷോ റൺ ചെയ്യുന്ന വേറൊരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിന്റെ ബേസിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ചൈനയെ പിന്നെ മറികടന്ന് ഇന്ത്യ ഈ ഒരു പൊസിഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും ഈ സ്മാർട്ട് ഫോണിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഉൾപ്പെടെയുള്ള ടെക്നോളജിക്കലി ഈ മുൻപിൽ നിൽക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനമെടുത്തതിന്റെ ഫലമായിട്ട് മാത്രം. അവർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകണം. ഒന്ന് സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടാകണം, സ്കിൽഡ് ലേബർ ഉണ്ടാകണം. ടെക്നോളജിയുടെ കാര്യത്തിലാണ് പറയുന്നത്. കാരണം ചൈനയെ പോലെ നമുക്ക് ഈ ലോ കോസ്റ്റ് അല്ലെങ്കിൽ ലോ വാല്യൂ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ലേബർ ചീപ്പല്ല, ചൈനയുടെ അത്ര ലേബർ ചീപ്പല്ല എന്നുള്ള കാര്യം കൊണ്ട് മാത്രം. പക്ഷെ നമ്മൾ സ്കിൽഡ് ലേബറാണ്, നമ്മൾ ടെക്നോളജിക്കലി നമുക്ക് പിന്നെ ടെക്നോളജിക്കൽ നോഹൗ നമുക്ക് ഉള്ള ലേബേഴ്സാണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോപ്പുലേഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ സ്റ്റെബിലിറ്റി ഉണ്ട് നമുക്ക്. ഡെമോക്രാറ്റിക്കലി
ഉള്ളതാണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് മറ്റുള്ള രാജ്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ്, പിന്നെ യങ് പോപ്പുലേഷൻ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ് പോപ്പുലേഷൻ വർക്ക് ഫോഴ്സ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള അടുത്ത 10, 15, 20 വർഷത്തിനോട് തീർച്ചയായിട്ടും ഇന്ത്യയാണ് അതിൻ്റെ ഒരു ഹാപ്പി ഹണ്ടിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പം അമേരിക്ക ഉൾപ്പെടെ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഇതുപോലുള്ള മേജറായിട്ടുള്ള കോർപ്പറേഷൻസ് ഉൾപ്പെടെ ഇന്ത്യയെ ലക്ഷ്യമാക്കിയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റീറൂട്ട് ചെയ്യുന്നത്, ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് റീറൂട്ട്. അല്ല ചൈനയുടെ ഈ ഷിയെ പിന്നെ വ്യക്തിപരമായിട്ട് അവർ ഇഷ്ടപ്പെടാത്തുണ്ടോ, അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും തമ്മിൽ തായ്വാന്റെ പ്രശ്നത്തിൽ ഉടക്കമുള്ളതുകൊണ്ടൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. അല്ല ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു, അതൊന്നുമല്ല വിഷയം ശരിക്കും. നമ്മൾ ശരിക്കും കാണേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കോർപ്പറേഷൻസ് ആണ് ഷോ റൺ ചെയ്യുന്നത്. അവരവരുടെ പിന്നെ ക്യാപിറ്റൽ എങ്ങോട്ട് ചാനലൈസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ അവരുടെ ക്യാപിറ്റൽ ചാനലൈസ് ചെയ്യും. അത് ഇന്ത്യയെങ്കിൽ ഇന്ത്യ, ചൈനയെങ്കിൽ ചൈന, ജപ്പാനെങ്കിൽ ജപ്പാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശം എങ്കിൽ അങ്ങനെ. അതാണ് അതിൻ്റെ നമ്മൾ ജിയോ പൊളിറ്റിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട ജിയോ എക്കണോമിക്സും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ വിഷയം എന്നല്ല, ഇന്ത്യ ഏതായാലും ഈ പറഞ്ഞ അമേരിക്കൻ മാർക്കറ്റ് കീഴടക്കി കഴിഞ്ഞു, ചൈന റീപ്ലേസ് കഴിഞ്ഞു. അമേരിക്കൻ മാർക്കറ്റിന്റെ സ്മാർട്ട് ഫോണിന്റെ മാർക്കറ്റിൽ അമേരിക്ക ഏകദേശം ഇന്ത്യ ഏകദേശം 40% അല്ലെങ്കിൽ 40% മേളിൽ നമുക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇമ്പോർട്ട് മൊത്തം 40% മുകളിൽ ഇന്ത്യയിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഈ മക്കിൻസി ആൻഡ് കമ്പനി എന്ന് പറയുന്ന വലിയൊരു ഗ്ലോബൽ കൺസൾട്ടൻസി കമ്പനിയുടെ റിപ്പോർട്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നമുക്കിത് ഈ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് പിന്നെ ANA കോട്ട് ചെയ്തു. അതായത് അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യം അവരവരുടെ ഇമ്പോർട്ട് സോഴ്സ് എന്നുവെച്ചാൽ ഏത് രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ എവിടുന്ന് അവർ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളതിന് ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പിന്നെ അവരുടെ പോളിസി അവർ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കണം ആക്റ്റീവായിട്ട്. അതായത് നേരത്തെ അവർ ചൈനയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം എവിടെ ചെന്ന് കഴിഞ്ഞാൽ ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ്. ചൈന ചൈന ചൈന, മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ചൈന. ഇപ്പം ഈ വോൾമാർട്ടിൻ്റെയൊക്കെ ഷെൽഫിൽ ചെന്ന് കഴിഞ്ഞാൽ മോർ ദൻ 80% ചൈനീസ് പ്രോഡക്ട്സ് ആണ് എല്ലാ രീതിയിലുള്ള. അപ്പോൾ അമേരിക്കയുടെ മുക്കിലും മൂലിലും എല്ലാം തന്നെ, അമേരിക്കയുടെ മാത്രമല്ല എല്ലാ ഗ്ലോബൽ മറ്റുള്ള രാജ്യങ്ങളുടെ, ഇന്ത്യ ഉൾപ്പെടെ, നമുക്കറിയാം ഇന്ത്യയുടെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഇംബാലൻസും ഇന്ത്യ നേരിടുന്ന ഭീഷണികളൊക്കെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ അമേരിക്ക ഈ സെയിം ത്രെറ്റിനെ ഫേസ് ചെയ്യുന്നതാണ്. ശരിക്കും ട്രേഡ് ഇംബാലൻസ് വലിയൊരു വിഷയമാണ്. അമേരിക്ക ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ അതിനകത്തൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ അതിൻ്റെ ഒരു മൂന്നിൽ രണ്ട് ഭാഗങ്ങളും ഇപ്പോൾ ചൈനയിൽ നിന്ന് അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾ, ആസിയാൻ പോലുള്ള രാജ്യങ്ങളും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക അത് അവരുടെ ഇമ്പോർട്ട് സോഴ്സ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു മാറ്റമാണ് ഗ്ലോബൽ ഇക്കോണമിയെ സംബന്ധിച്ചും അമേരിക്കൻ ഇക്കോണമിയെ സംബന്ധിച്ചും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും തീർച്ചയായിട്ടും ഈ ഒരു വലിയൊരു അമേരിക്കയുടെ പോളിസി ഷിഫ്റ്റ് നമുക്കത് കൂടുതൽ പ്രയോജനകരമാക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇലക്ട്രോണിക് സെക്ടറിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഈ നേടിയെടുത്ത ഈ വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 40%, റഫ്ലി 40%, അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 40-ന് മുകളിൽ, ഏകദേശം 40-41 മൊറോർലെസ് ശതമാനത്തോളം വരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ചൈനയുടെ ആ ഒരു പിന്നെ മാർക്കറ്റ് നമ്മൾ നേടിയെടുത്തു അമേരിക്കയിൽ. സ്മാർട്ട് ഫോണിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള അച്ചീവ്മെന്റ് നേടുകയും അല്ലെങ്കിൽ അച്ചീവ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചൈന നമുക്ക് ഓവർകം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കകത്തിൽ അത് ഉണ്ടാക്കി വെക്കുന്ന വലിയ മാറ്റങ്ങൾ ഇൻക്രെഡിബിൾ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയും ആസിയൻ രാജ്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിന്റെ കാര്യത്തിൽ വലിയൊരു റോളാണ് ഈ ഒരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ അമേരിക്ക ചൈനീസ് ഇമ്പോർട്ടിനെ മാറ്റി. കാരണം തീർച്ചയായും ഒരു രാജ്യത്തിന് കൺസ്യൂം ചെയ്യണമല്ലോ. അപ്പോൾ ചൈന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പം ചൈനയെപ്പോലെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് സാധിക്കുമെങ്കിൽ ഇന്ത്യക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും നമുക്ക് സാധിക്കത്തില്ല. ഇപ്പൊ ചൈന ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് നിലനിൽക്കുന്നത് പോലെ, അതുപോലെ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് നിലനിൽക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരേ രാജ്യം ഇന്ത്യ മാത്രമാണ്.
കാരണം ഇന്ത്യയുടെ പോപ്പുലേഷനും സൈസും ഇൻഡസ്ട്രിയൽ സ്കെയിലും മറ്റുള്ള പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ഘടകങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിന് ചൈനയെ റീപ്ലേസ് ചെയ്യാൻ, ചൈനയോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. പക്ഷേ ഈ ഇപ്പൊ നമുക്കത് പറ്റില്ല, അത് വേറെ കാര്യം. കാരണം നമുക്കതിന് വീണ്ടും ഓ, ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് പൊട്ടൻഷ്യൽ ഉള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അപ്പൊ ഇപ്പോൾ ഇന്ത്യയും ആസിയൻ രാജ്യങ്ങളുമാണ് അമേരിക്കയുടെ ഈ ഒരു മാർക്കറ്റിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സോഴ്സ് ആയിട്ട് അവരുടെ ഇമ്പോർട്ട് സോഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഡിപ്പെൻഡൻസി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ലാപ്ടോപ്പിന്റെ കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ ചൈനയ്ക്കുണ്ടായിരുന്ന ഡോമിനൻസിനെ ഇപ്പോൾ ആസിയൻ രാജ്യങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു ഈ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് മാനുഫാക്ചറിങ് ബേസസ് ചൈനയിൽ നിന്നും ഗ്രാജ്വലി മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ത്യ അമേരിക്ക തമ്മിൽ ഏകദേശം 13,000 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അത്രയും ഡിസ്റ്റൻസിലേക്ക് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് നമ്മുടെ സ്മാർട്ട് ഫോണിന് ആ സെക്ടറിലുള്ള എക്സ്പോർട്ട് നമുക്ക് ആ ചൈനയെ മറികടന്ന് നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് ഈ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ യൂറോപ്യൻ യൂണിയനാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ്. പിന്നെ ആസിയൻ രാജ്യങ്ങളുടെ മാർക്കറ്റ്. ആസിയൻ രാജ്യങ്ങളുടെ മാർക്കറ്റ് ആസിയൻ രാജ്യങ്ങൾ ഇറ്റ്സെൽഫിന്റെ മാനുഫാക്ചറേഴ്സ് ആണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഹബ്ബാണ്. പിന്നെ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കൻ മാർക്കറ്റ് ഒക്കെ തന്നെ നമുക്കുണ്ട്. സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഈ മാർക്കറ്റുകളൊക്കെ തന്നെ ഇന്ത്യക്ക് ഗ്രാജ്വലി നമുക്ക് കോൺകർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, സൊഫിസ്റ്റിക്കൽ ആയിട്ടുള്ള, അത്യാധുനികമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു മാർക്കറ്റ് ആക്സസ് ലഭിക്കുമെങ്കിൽ മറ്റുള്ള ലോക മാർക്കറ്റിനെ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്കത് എന്താണ് പറയുന്നത്, നമുക്ക് കോൺകർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ആക്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2025 പൊതുവെ നമ്മൾ ലോക സമ്പദ് വ്യവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ലാതാണ് പെർഫോം ചെയ്തത്. അമേരിക്കയുടെ ഇമ്പോർട്ടും ചൈനയുടെ എക്സ്പോർട്ടും ഒക്കെ തന്നെ വലിയ കുഴപ്പമില്ലാതെ, ഇപ്പൊ ഈ ഒരു രാജ്യം ഇമ്പോർട്ട് ചെയ്യുക, ഒരു രാജ്യത്തിന്റെ ഇമ്പോർട്ട് കൂടിയെന്ന് പറയുമ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ എക്സ്പോർട്ട് കൂടിയെന്നുള്ളൊരു അർത്ഥങ്ങളുണ്ട്. അതിന്റെ അർത്ഥം സാമ്പത്തികമായിട്ട് ഗ്ലോബൽ ഇക്കോണമി വലിയ കുഴപ്പമില്ലാതെ, സ്ലോ ഡൗൺ ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ റിസഷൻ ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഈ ഗ്ലോബൽ ട്രേഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം 2025. അപ്പൊ അങ്ങനെയുള്ളൊരു ഗ്ലോബൽ എക്കോണമിയുടെ ഗ്രോത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ റീജിയൻസ് ഒക്കെ മറികടന്ന്, എന്നുവെച്ചാൽ പ്രത്യേക റീജിയനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ഇപ്പൊ അമേരിക്ക, നോർത്ത് അമേരിക്ക, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്ക, സെൻട്രൽ ഏഷ്യ, ഇതുപോലുള്ള റീജിയൻ ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ ട്രേഡിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, പ്രത്യേകിച്ച് ട്രംപിന്റെ ഈ ടാരിഫ് വാറൊക്കെ വന്നതിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ക്രൈസിസ് എന്നപ്പോൾ ആ ക്രൈസിസിനെയൊക്കെ നമുക്ക് മറി മറികടക്കേണ്ട ഒരാവശ്യമുണ്ട്. കാരണം കൂടുതൽ ടാരിഫിൽ അമേരിക്കൻ മാർക്കറ്റിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റു മാർക്കറ്റുകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ അതൊക്കെ ഫലപ്രദമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പല രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട്, അമേരിക്കയായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉള്ളൊരു ഇന്ററിം ട്രേഡ് ഡീലായിരുന്നു. ഇപ്പൊ ഒരു ഫൈനൽ ഫ്രീ ട്രേഡ്, ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഫ്രീ ട്രേഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഇന്ത്യ ഫ്രീ ട്രേഡിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ട്രേഡ് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് പല റീജിയനിലേക്ക് വന്നത്. പക്ഷെ നമ്മളുടെ ഓവറോൾ എക്സ്പോർട്ട് വലിയ മാറ്റമൊന്നുമില്ല. സ്മാർട്ട് ഫോണിന്റെ സെക്ടർ മാത്രമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് എന്ന് പറയുന്ന സെക്ടർ മാത്രമാണ് കാര്യമാത്രമായിട്ടുള്ള ഒരു വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയുടെ ചില പോളിസിയിലുള്ള നമ്മളെ പ്രൊവാക്റ്റീവായിട്ടുള്ള ചില പോളിസിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഡൊമസ്റ്റിക് പ്രയോറിറ്റീസും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ റീഅലൈൻമെന്റ്. ജിയോ പൊളിറ്റിക്കൽ റീഅലൈൻമെന്റ് എന്ന് പറയുമ്പോൾ അമേരിക്ക ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നത് നിർത്തി അല്ലെങ്കിൽ കുറച്ചു എന്നുള്ളതാണ് ഒരു റീഅലൈൻമെന്റ് പറയുന്നത്. അഡ്വാൻസ്ഡ് എക്കോണമീസ്
അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലൊക്കെ അഡ്വാൻസ്ഡ് എക്കോണമീസോ അതുപോലെ ചൈനയൊക്കെ തന്നെ അവരുടെ ട്രേഡൊക്കെ തന്നെ ഈ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ജിയോഗ്രാഫിയിലുള്ള പാർട്ട്നേഴ്സിൽ നിന്ന് അവർ റീഓറിയന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പോലുള്ള ഇമർജിംഗ് എക്കോണമീസ് ഒക്കെ തന്നെ അതുപോലുള്ള നയപരിപാടികളായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. കാരണം ഏത് റീജിയനിലും ട്രേഡ് നടത്തുവാൻ അല്ലെങ്കിൽ കാരണം ഇന്ത്യക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ. ചൈനയെ പോലെ നമുക്ക് പറ്റത്തില്ല. ഇപ്പം എങ്ങനെ പോയാലും ചൈനയ്ക്ക് അവരുടെ ട്രേഡ് നടക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് സെലക്റ്റീവായിട്ട് നമുക്ക് ട്രേഡ് നടത്താൻ പറ്റത്തില്ല. കാരണം എവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു, എവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു, അവിടെ നമ്മൾ ട്രേഡ് നടത്തിയേ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ സെലക്റ്റീവ് ആകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചൈനയും അതുപോലുള്ള അഡ്വാൻസ്ഡ് എക്കോണമീസ് ആയിട്ടുള്ള അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഈ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ജിയോഗ്രഫി ട്രേഡ് അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പോലുള്ള എമർജിംഗ് എക്കോണമീസ് ഒന്നും തന്നെ ആ ഒരു പാതയിൽ സഞ്ചരിക്കുവാൻ താല്പര്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആസിയൻ രാജ്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും അവർ വൻതോതിൽ ചൈനയിൽ നിന്നാണ് അവരുടെ ഈ മാനുഫാക്ചറിംഗ് ഇൻപുട്ടെല്ലാം അവർ സോഴ്സ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് ഒരു മാനുഫാക്ചർ ചെയ്തിട്ട് അവർ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സോഴ്സ് മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുന്ന ചൈനയിൽ നിന്നാണ്, റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ. ഇപ്പോഴും ഒട്ടുമിക്ക രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. കാരണം ചൈനയാണല്ലോ അതിന്റെ, നമുക്കതിനെ ചൈനയിൽ നിന്നൊക്കെ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ മാത്രമല്ല റോ മെറ്റീരിയൽസിന്റെ ഒക്കെ തന്നെ വലിയൊരു എന്താണ് പറയുന്നത്, ഒരു വാസ്റ്റ് അതൊരു ജയന്റ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പം ഇന്ത്യ ആയാലും ആസിയൻ രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമ്പോണൻസ്, സ്പെയർസ്, റോ മെറ്റീരിയൽസ് ഇതൊക്കെ തന്നെ ചൈനയിൽ നിന്ന് അവർക്ക് അക്വയർ ചെയ്ത് വരുന്നു, പ്രൊക്യൂർ ചെയ്ത് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ആസിയൻ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയിൽ നിന്ന് വൻതോതിൽ ഇൻപുട്ട് അക്വയർ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്തിട്ട് അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറിയിട്ട് അമേരിക്കയുടെ മാർക്കറ്റിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താണ് അത് ഇക്കണോമിക് പ്രോസസ്സ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ അങ്ങനെയൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും കൂടുതലും കമ്പോണൻസും ഇൻപുട്സും റോ മെറ്റീരിയൽസും ഒക്കെ തന്നെ ചൈനയിൽ നിന്നാണ് നമുക്ക് വാങ്ങിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ബ്രസീൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അവര് നേരത്തെ അവരുടെ കമോഡിറ്റി എക്സ്പോർട്സ് ചൈനയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ ചൈന നേരത്തെ ഈ കമോഡിറ്റി ഒക്കെ തന്നെ അമേരിക്കയിൽ നിന്നായിരുന്നു സോഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രസീലിൽ നിന്നാണ് ചൈന അത് സോഴ്സ് ചെയ്യുന്നത്. അപ്പൊ ട്രേഡിനകത്തിലൊക്കെ ഗ്ലോബൽ ട്രേഡിലൊക്കെ തന്നെ വളരെ മാസീവായിട്ടുള്ള എന്നുവെച്ചാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന തൽസ്ഥിതികളൊക്കെ മാറിയിട്ട് വൻതോതിലുള്ള റീഅലൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് തീർച്ചയായിട്ടും നമുക്കറിയാം, ചേഞ്ചസ് എവിടെ എപ്പോഴും ഉണ്ടാകും. തൽസ്ഥിതി കുറച്ചു നാൾ നമുക്ക് ഒരേ സ്ഥിതി നമുക്ക് കാണാൻ പറ്റും, പെർമനന്റ് ആയിട്ടൊരു കണ്ടീഷൻ ഇല്ല. ഇതിലൊക്കെ പിന്നെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഗ്ലോബൽ ട്രേഡിലും ഗ്ലോബൽ എക്കോണമിയിലും രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലും അല്ലെങ്കിൽ ഉഭയകക്ഷി ട്രേഡിലും വ്യാപാരങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ ചൈനയ്ക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡോമിനൻസിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ ഇന്ത്യയാണ് 40% റഫ്ലി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 40% അമേരിക്കയ്ക്ക് വേണ്ട സ്മാർട്ട് ഫോണ് എന്താണ് പറയുന്നത് കൊടുക്കുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ 40% തീർച്ചയായിട്ടും ഭാവിയിൽ, കാരണം ആപ്പിൾ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വൻതോതിൽ അവരുടെ പിന്നെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഇവിടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവിടെ മാനുഫാക്ചറിങ് അവർ ചെയ്യുന്നതും അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതും സ്കെയിൽ അപ്പ് ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പൊ തീർച്ചയായിട്ടും 40% എന്നുള്ളത് വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ളൊരു വർധനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അമേരിക്കൻ മാർക്കറ്റ് മാത്രമല്ല, മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ പോലുള്ള മാർക്കറ്റുകളൊക്കെ തന്നെ ഇന്ത്യക്ക് ഇതേ രീതിയിൽ നമുക്ക് കൂടുതൽ സെക്യൂർ ചെയ്യാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട തൽക്കാലം ഷെയർ ചെയ്യാനുള്ളൊരു വിഷയം. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും മറ്റു മേഖലകളും ഇതുപോലെ നമുക്ക് കൂടുതൽ സമാനമായിട്ടുള്ള പിന്നെ എന്താണ് പറയുന്നത് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു എഡ്ജ് ഉണ്ടാക്കിയെടുക്കുക, ചൈന അങ്ങനെ നമുക്ക് എഡ്ജ് ഔട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് നമുക്ക് ഒരു ശക്തി പകരുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.